തിരുവനന്തപുരം കോർപ്പറേഷന് തൊട്ടടുത്തായിട്ടുള്ള ഏരിയ ആയിട്ട് തന്നെ ഇവിടെ ഒത്തിരിയധികം കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസാണ് നടക്കുന്നത് കേട്ടോ. കാരണം കോർപ്പറേഷൻ പരിധിയിൽ വാങ്ങുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ബജറ്റ് റേറ്റിൽ നമുക്ക് വീടുകൾ വാങ്ങാൻ പറ്റിയ ലൊക്കേഷനാണ് വിളവൂർക്കൽ അല്ലെങ്കിൽ പൊറ്റേൽ റീജിയനൊക്കെ. നമ്മുടെ വിളവൂർക്കൽ പഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞ് വീണ്ടും വിളവൂർക്കൽ ജംഗ്ഷനിലേക്ക് കുറച്ച് ദൂരം വരുമ്പം തന്നെ ഇടത്തോട്ട് കൊച്ച് പൊറ്റേൽ തമ്പുരാൻ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ആർച്ച് കാണാൻ സാധിക്കും. ആ ആർച്ച് കയറി വരുമ്പോൾ ഇടതുവശത്തായിട്ട് ആ ഒരു ക്ഷേത്രം കാണാം. അത് കഴിഞ്ഞ ഉടൻ ഇടത്തോട്ട് കാണുന്ന വഴി ആ റോഡ് നമ്മൾ താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും നമുക്കിതാ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കുള്ളതാണ്. നേരിട്ട് ഉടമയായിട്ടുള്ള ഒരു ഡീലാണ്. നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സാധിക്കും. നമുക്കിനി പ്രോപ്പർട്ടിക്ക് അകത്തേക്കുള്ള വിഷ്വൽ കാണാം. ഇത് ടോട്ടലായിട്ട് 3.37 സെൻറ്റിൽ ഏകദേശം 1450 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള 3 ബെഡ്റൂം വീടാണ്. നമുക്ക് കമ്പാരിറ്റീവ്ലി ബജറ്റ് റേറ്റിൽ നമുക്ക് സിറ്റിയിൽ നിന്ന് വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനിൽ പ്രോപ്പർട്ടി നോക്കുന്നവർക്കാണെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ്. കാരണം പാപ്പനംകോട് ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് 6 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ തിരുമലയിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരത്തിൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താവുന്നതാണ്. അതായത് നമ്മൾ ഇനി നേരെ ചെന്ന് കയറി ആ ഒരു റോഡിൽ ചെന്ന് വിളവൂർക്കൽ ജംഗ്ഷനിൽ എന്നിട്ട് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ പാപ്പനംകോട്, ഈ റോഡിൽ നിന്ന് നമ്മൾ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ പേയാടോ തച്ചോട്ടുകാവോ അല്ലെങ്കിൽ തിരുമലയോ ചെന്ന് കയറാൻ സാധിക്കും. ആ രീതിയിലാണ് ആക്സസ്. ഇതുപോലെയാണ് നമ്മുടെ മുറ്റം വരുന്നത്. ഒരു വണ്ടി നമുക്ക് ഈ ഭാഗത്തായിട്ട് സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് ഉണ്ട്. വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണർ ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് കാണാം. അവിടെയുള്ള ചെറിയൊരു സ്പേസിലും ഒരു ഗാർഡനിങ് സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. മുൻവശത്തുള്ളതായി ഈ കാണുന്ന പണികളെല്ലാം തടിപ്പണികളെല്ലാം തന്നെ പ്ലാവിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഉള്ളിലോട്ടുള്ള വർക്കുകളെല്ലാം തന്നെ ആഞ്ഞിലിനാണ് ചെയ്തെടുത്തിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇതുപോലെ ബജറ്റ് റേറ്റ് വീടുകളിൽ നോക്കുമ്പോഴത്തേക്ക് ഇത്രയും ഇൻറ്റീരിയർ വർക്ക് ഒരിടത്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എങ്ങനെയാ വെച്ചാൽ നമുക്ക് ആ ബജറ്റ് ഒതുക്കാൻ വേണ്ടി ഇൻറ്റീരിയറിൽ പലരും കോംപ്രമൈസ് ചെയ്യാറുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊരു കോംപ്രമൈസ് നമുക്ക് കാണാൻ പറ്റത്തില്ല. ചുമരിൽ നോക്കി ഈ ഒരു ചുമര് ഫുള്ളായിട്ട് ഇതുപോലെ WPC ലൂവേഴ്സൊക്കെ വെച്ചിട്ട് പാനലിങ് ചെയ്ത് നീറ്റായിട്ടാണ് TV യൂണിറ്റിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് സോഫ അറേഞ്ച് ചെയ്യാം. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് വരും. അവിടെയും ചെറിയൊരു പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട്. ആ പാർട്ടിഷനിൽ എന്തെങ്കിലും സാധനമൊക്കെ ഷോക്കേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇനി ഇതിൽ വാഷ് ബേസിൻ വെക്കാനുണ്ട്. അതെല്ലാം വെച്ച് നീറ്റാക്കിയിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത്. ഇതാണ് നമ്മുടെ കിച്ചൺ കേട്ടോ. എല്ലാ കാര്യങ്ങളും കയ്യെത്തും ദൂരത്തിൽ വരുന്ന രീതിയിലാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിച്ചണിനകത്തുള്ളൊരു കളർ തീമും കൊള്ളാം. ഇത് നോക്കി, നമ്മുടെ ഒരു പാൻട്രി യൂണിറ്റ് നല്ല രസമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ തുറക്കുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് അതിങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. കണ്ട എല്ലാ സാധനവും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം. ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിമ്മിനിയും ഹോമും വരുന്നത് ഗ്ലെന്നിൻ്റെ ആണ്. ഇത് രണ്ടും വന്നിട്ട് 5 വർഷം വാറൻറ്റിയോട് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ സൈഡിലേക്ക് ഇറങ്ങും. ഈ ഭാഗത്ത് ഇനി ഒരു വർക്ക് ഏരിയ കൂടെ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഓടി നടക്കാനുള്ള സ്ഥലം ഈ ഒരു സ്ഥലത്തായിട്ട് വിട്ടിട്ടുണ്ട്. അവിടെ നോക്കിയേ, അവിടെ നമ്മുടെ തുണി നനയ്ക്കാനുള്ള സൗകര്യം, പൈപ്പും എല്ലാ സൗകര്യങ്ങളും ഈ ഒരു ഭാഗത്ത് കാണാം. ഗ്യാസ് ഊറ്റി പുറത്ത് വയ്ക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് പൈപ്പ് ലൈൻ വലിച്ചിട്ട് അങ്ങനെയാണ് നമ്മുടെ ഗ്യാസ് ഉള്ളിലേക്ക് എടുത്തിട്ടുള്ളത്. നമ്മുടെ സ്റ്റെയറിൻ്റെ അടിയിലേക്കുള്ള സ്പേസ് ഫുള്ളായിട്ട് അടച്ചിട്ട് അത് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലൊരു സ്പേസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം. ബെഡ്റൂമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് വലിയൊരു ഡ്രസ്സിംഗ് ടേബിൾ ബാക്ക്ലിറ്റ് ചെയ്ത് ആ രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ 3 പാളിയിലൊരു കബോർഡ് കാണാം. അത് പോയിട്ട് നമ്മുടെ ഡ്രസ്സിങ്ങിനോട് ചേർന്നിട്ടുണ്ട് ഈ രീതിയിലൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂമൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള റൂം തന്നെയാണ്. റൂമിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി വെയർസൊക്കെ വരുന്നത് സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബജറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രാൻഡിലോ ബ്രാൻഡ് ക്വാളിറ്റിയിലോ ഒന്നിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇൻറ്റീരിയർ വർക്ക്. നമുക്ക് സീലിങ്ങിലൊക്കെയുള്ള വർക്കുകൾ നോക്കി. നമ്മുടെ ഈ ഒരു റെയിലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് വുഡിലും ഗ്ലാസ്സിലുമാണ് കേട്ടോ. നല്ല രസമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ അടുത്ത് നമ്മുടെ ഒരു പേഴ്സണൽ ലിവിങ് സ്പേസ് ആയിട്ട് ഇത് പ്രയോജനപ്പെടുത്താം. ഈ ഭാഗത്തായിട്ട് TV യൂണിറ്റ് വെക്കാനുള്ള സൗകര്യം വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു സ്റ്റഡി ടേബിളായിട്ടോ അയണിങ് ടേബിളായിട്ടോ ഉപയോഗിക്കാവുന്ന രീതിയിൽ, ഇത് മടക്കി വെക്കാവുന്ന രീതിയിൽ ഫോൾഡബിൾ ആയിട്ടുള്ളൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. 2 റൂംസാണ് നമ്മുടെ മേളത്തെ നിലയിൽ വരുന്നത്. എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂംസാണ്. സീലിംഗിലായാലും ലൈറ്റ്സ് കൊടുത്ത് നമുക്കിതുപോലുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെയുള്ള ഒരു കബോർഡ് വർക്കാണ് ഇവിടെയും കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ സിമിലർ ഫിറ്റിങ്സ് ആണ്. നമ്മൾ താഴെ കണ്ടതുപോലെ സിമിലർ ഫിറ്റിങ്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്ത ബെഡ്റൂം കാണാം. അതായത് 3ാമത്തെ ബെഡ്റൂം, ഈ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂം. ഈ ഒരു സൈഡിൽ നോക്കിയാൽ ഫുള്ളായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് വരുന്ന രീതിയിലാണ് ഈ ഒരു റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാത്റൂം സ്പേസ് എല്ലാം നമ്മൾ താഴത്തെ നിലയിൽ കണ്ട സെയിം രീതിയിൽ തന്നെയാണ് ബാത്റൂം എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ വലിയൊരു ബാൽക്കണി സ്പേസ് ആണ്. ഈ രീതിയിലാണ് നമ്മുടെ ഒരു ഓപ്പൺ ഏരിയ വരുന്നത്. ഇവിടെ നിന്ന് നമ്മുടെ ടെറസിലേക്കുള്ള എൻട്രിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഇതുവഴി സ്റ്റെയർ കയറി നമ്മുടെ ടെറസിലേക്ക് പോകാം. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ലൊക്കേഷനാണ് കേട്ടോ. ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിറയെയധികം വീടുകളുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള അന്തരീക്ഷമാണ് ഈ ഒരു പ്രോപ്പർട്ടിക്കുള്ളത്. നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 58 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ഏകദേശം 3.37 സെൻസ് സ്ഥലമുണ്ട്. 1450 സ്ക്വയർ ഫീറ്റിൽ വരുന്ന വീടാണ്. ഉദ്ദേശിക്കുന്ന വില 58 ലക്ഷം രൂപയാണ്. ഞാനിപ്പോൾ ഇതിൽ പല ആൾക്കാർ ഇത് ബഡ്ജറ്റ് റേറ്റ് ആണോ എന്ന് ചോദിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പെക്കിൽ ഈ ഒരു സ്ഥലത്ത് മറ്റു വീടുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ബഡ്ജറ്റ് റേറ്റ് ആണ് കേട്ടോ. വേഗം തന്നെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്.